ഗൈസ്, രാവിലെ തന്നെ നമ്മൾ അപ്പയുടെ കടയിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി നിൽക്കാനുണ്ട്. കയ്യിലിരിക്കുന്ന കുഞ്ഞുവാ വേറെ ആരുമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുഞ്ഞുവാവയാണ് കേട്ടോ. ഇതാണ് അപ്പയുടെ കട കേട്ടോ. ഇതാണ് അപ്പ ചെറിയൊരു വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്തിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ ജ്വല്ലറിയുടെ മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് തന്നെ അപ്പ തീരുമാനിച്ചേ. ഇതാണ് അപ്പയുടെ പണിയായുധങ്ങൾ കേട്ടോ. ഒരുപാട് സാധനങ്ങളും എല്ലാം വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോ പരിചയപ്പെട്ട് തരുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നത്, ലൈക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്തേക്കണേ, മറന്നു പോകരുത് കേട്ടോ. രക്തചന്ദനം, ഒറിജിനൽ രക്തചന്ദനം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പയുടെ കടയിലുണ്ട് കേട്ടോ. ഉണ്ടാക്കണ്ട ഇതിൽ മാല വെള്ളിയിലൊക്കെ ചെയ്ത് കൊടുക്കപ്പെടേ. വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, അപ്പയുടെ നമ്പർ കൊടുത്തേക്കാം. ഇത് നമ്മൾ രക്തചന്ദനമാണേ, വലുതും ഉണ്ട്. ഇതാണ് രക്തചന്ദനത്തിൻ്റെ മാല. ഇത് പല വലിപ്പത്തിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പിന്നെ പറയുന്നതനുസരിച്ച് സ്വർണ്ണത്തിലോ വെള്ളിയിലോ ഒക്കെ ചെയ്ത് കൊടുക്കപ്പെടും. ഇതുപോലെ പല മുത്തുകൾ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഈ മുത്തുകളുടെ പേരൊന്നും വലുതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പവിഴം, സ്ഫടികം, പിന്നെ കൂടാ ചന്ദനം, രക്തചന്ദനം, അങ്ങനെ പല വിധത്തിലുള്ള മുത്തുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മൂക്കുത്തിയൊക്കെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. കാരണം മൂക്കുത്തി ഒന്നും വലിയ മൂവിങ് അല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്ത് വയ്ക്കാവുള്ളൂ. കാരണം ഇവിടെ കൂടുതലും വർക്ക്ഷോപ്പ് പണിയാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളത് മാത്രം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇനിയും ഉണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണേ. ഈ കാണുന്ന മാല ചന്ദനത്തിൻ്റെ മാലയാണ് കേട്ടോ. അപ്പോൾ ഓർഡർ പിടിച്ച് ചെയ്തതാണ്. ഇതുപോലത്തെ മാല ഇനിയും ഉണ്ട്. ഇത് ചന്ദനമാണ്. ഇതിപ്പോൾ വെള്ളിയിലാണ് കെട്ടിയിരിക്കുന്നത്. വെള്ളിയിൽ മാത്രമല്ല, സ്വർണ്ണത്തിലും ഇതുപോലെ കെട്ടിക്കൊടുക്കും കേട്ടോ ഈ കടയിൽ. ഇതാണ്ട് ഇത് ചന്ദനം, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലത്തെ 3-4 മാല അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചുവന്ന കളർ മുത്താണ് പവിഴം. ഇതാണ് പവിഴമാല കേട്ടോ. ഇത് ഓർഡർ അനുസരിച്ച് കൊടുക്കപ്പെടും. ഞാൻ അപ്പേരത്തെ അതിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇത് പവിഴമാണ്, പവിഴം. കല്ലില്ല, അപ്പൊ കല്ലൊന്നും. ഇത് രക്തചന്ദനം, ഇത് പവിഴം. നീ അകത്തറിയില്ല ഇതും കല്ല് സ്റ്റോൺ ആണ്. ഇതെടുത്തില്ല കളഞ്ഞു. ഓരോ കല്ലിന് ഓരോരോ പേരില്ലേ. ഇപ്പൊ ഇത് കല്ലില് മോതിരം വെച്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ഈ കല്ല് വെച്ച് മോതിരം ചെയ്യേ. ഓരോ നാള് വെച്ചൊക്കെ കല്ലില് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേണമെന്നുള്ളവർ പറയണേ മോതിരത്തിന്. വൈഡൂരി അതപ്പോ ഇതില് രണ്ടും പുരുഷരാകും. വൈഡൂരി ഇതായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഇത് വൈഡൂരിയ. ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്ക. ഇത് വൈഡൂരി, ബുഷറാവോ? പച്ച മാണിക്യം ഗോമേതകം. ഇത് മാണിക്യം. അത് ഇതാക്കാത്തതാണ്. കരിനീലം. ഇതിനൊക്കെ മോതിരം ചെയ്യാൻ കല്ലാണ് ഇതൊക്കെ. ഓരോന്നായിട്ട് എടുത്തോ കേട്ടോ. അതെന്തോന്ന് കാണിച്ചൂടെ? ദൈവമൊന്ന് കാണിച്ചു. അയ്യപ്പൻ അത് ഗുരുവായൂരപ്പൻ. അയ്യപ്പൻ. ഇത് അയ്യപ്പൻ്റെ ആണ്. അയ്യപ്പൻ, മുരുകൻ. ഇത് കൃഷ്ണനാണ്. ഇതും കൃഷ്ണ. ഇത് ആറ്റുകാൽ ദേവിയാണ്. ആറ്റുകാൽ ദേവി.
ഇത് ഗുരുസ്വാമി ഇല്ലേ? ഇത് ശ്രീനാരായണ ഗുരു. ഇത് ആറ്റുവലമ്മ. ശങ്കൂടെ കാണില്ലപ്പ, ബാഗിലൊന്നും കാണില്ലപ്പ ചെയ്ത. ആ പ്ലെയിൻ ശങ്കൊന്ന് കാണി, ഒരെണ്ണം കാണിക്കപ്പ. ആ മറ്റേ ഒരു ശംഖ് കാണിക്കപ്പ, മറ്റേ ശംഖ് ചെയ്യാത്ത ശംഖ്. ഇത് ഇടംബരി ശംഖല്ല, ഇതില് വെള്ളിയിൽ അല്ല, ഇത് ഇടംബരി ശംഖാണ്. ഇടംബരി ശംഖില്ല. ഈ കാണുന്നത് കൊലുസാണ് കേട്ടോ, നല്ല കെട്ട് കൊലുസ്. അത് അപ്പ പണി ചെയ്ത സാധനമാണ് ശംഖ്. ഈ ശംഖ് ഇതേപോലെ വരും. ആ ഇതേപോലെ വരും ഗൈസ്. ഇത് ചെയ്ത വർക്കിൻ്റെതാണ്. അത് ഓഫായപ്പോ കാണില്ല. ഇത് ഈ മോഡലിലൊക്കെ ചെയ്യുന്നതാണ് വെള്ളിയിൽ. അല്ല മോഡൽ ഉള്ള കാണിച്ചാൽ. ഇത് ഗോൾഡ് പേപ്പർ ലോക്കറ്റ് ആണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ അകത്തൊക്കെ വെക്കത്തില്ലേ, മറ്റേ ഇപ്പൊ ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെ ലോക്കറ്റ് ഇല്ല, അത് അങ്ങനത്തെ വെക്കുന്ന ലോക്കറ്റാണ്. ഇത് ഗോൾഡ് ആണ്, ഗോൾഡ് പേപ്പർ കണക്കുള്ള ലോക്കറ്റ് ആണ് കേട്ടോ. രുദ്രാക്ഷം, രക്തചന്ദനം, പിന്നെ എത്രയായിരുന്നപ്പോ കരിങ്ങാരിമാല. ഇങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് മുത്തുകൾ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കരിങ്ങാലി മുത്ത് കേട്ടോ. ഇതിലും വെള്ളിയിലും സ്വർണ്ണത്തിലും ചെയ്ത് കൊടുക്കപ്പെടെ. ഈ കരിങ്ങാലി മുത്തായിരുന്നു അവിടെ പോയ മൊത്തം ഞാൻ നോക്കി നടന്നു. അവസാനം അപ്പം എടുത്ത് തന്നു. കാരണം അപ്പം ഓൾറെഡി ഇത് മാല കെട്ടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇത് ചന്ദനമാണ്, നല്ല മണം വരുന്നത്. ചന്ദനത്തിന് നല്ലൊരു മണം വരുന്നത്. ഈ ചന്ദനത്തിൻ്റെ മല ഇതും പല വലുപ്പത്തിലും പല ഇതിലും ഉണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലൊക്കെ നേർച്ചയ്ക്ക് കൊടുക്കുന്ന വെള്ളിയിലുള്ള ആൾരൂപങ്ങൾ, പിന്നെ വെള്ളിയിലുള്ള മറ്റേ ഏലസുകൾ, പിന്നെ കുഞ്ഞുങ്ങളുടെ പഞ്ചലോകത്തിൻ്റെ വള, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാണ് വലിയ രുദ്രാക്ഷം കട. ലോക്കറ്റൊക്കെ കിട്ടുന്ന രുദ്രാക്ഷയില്ല, അതാണ് ഇത്. അത് അവിടെ അപ്പം തൂക്കിയിട്ടിരിക്കുകയാണ്, അത് കാരണം പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടി. ഇതാണ് വലിയ രുദ്രാക്ഷം അവിടെ ഉള്ളതിൽ. അങ്ങനെ പ്രവീണയുടെ ഓരോ രുദ്രാക്ഷമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി മുത്തുകളൊക്കെ അവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.